അപ്പോൾ ആദ്യമായി അക്ഷരമുറ്റത്തേക്ക് എത്തുകയാണ് കുരുന്നുകൾ. ആ കുരുന്നുകളെ വരവേൽക്കാൻ സ്കൂളുകളും അധ്യാപകരൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. പെൺകുട്ടികളുടെ ആർത്തവാവധി ഉൾപ്പെടെയുള്ള സർക്കാർ പ്രഖ്യാപനം ചർച്ചയാവുന്നതിനിടെയാണ് ഇത്തവണ പുതിയ അധ്യയന വർഷം തുടങ്ങുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാർത്ഥികളും ഇന്ന് സൈബർ സുരക്ഷാ പ്രതിജ്ഞയും എടുക്കും. തിരുവനന്തപുരം പട്ടൺ സ്കൂളിൽ നിന്നും മേഘന മുരളി ചേരുന്നു. മേഘന, അപ്പോൾ പ്രവേശന ഉത്സവ ആശംസകൾ. നമ്മളൊക്കെ പണ്ട് ഇതുപോലെ പ്രവേശനോത്സവത്തിൽ സ്കൂളുകളിലൊക്കെ പോയവരാണല്ലോ. ആ ഓർമ്മകളിലേക്ക് നമ്മൾ മടങ്ങുന്നു. നമ്മൾ വീണ്ടും കുഞ്ഞു കുട്ടികളാകുന്നു. യഥാർത്ഥത്തിൽ കുഞ്ഞുകുട്ടികൾ എപ്പോഴേക്ക് എത്തും? എന്താണ് അവിടെ ഒരുക്കങ്ങൾ? ഗംഭീരമല്ലേ മേഘന? മേഘന ഗംഭീരമാണ്, ഒരുക്കങ്ങൾ ഗംഭീരമല്ലേ? ഗുഡ് മോർണിംഗ് ഹാഷ്മി. പ്രവേശനോത്സവം അതിന്റെ എല്ലാ തരത്തിലുമുള്ള മനോഹാരിതയിൽ ചെയ്തു തീർക്കണമെന്ന് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യം വഹിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുന്നിൽ നിൽക്കുമ്പോഴും കൃത്യം 24 വർഷം മുന്നേ ഇങ്ങനെ വിദ്യാർത്ഥിയായി സ്കൂളുകളിലേക്കൊക്കെ വന്നതാണ് ഓർമ്മയിലുള്ളത് താനും. അതുപോലെ ഇപ്പോൾ പണ്ടൊക്കെ കരഞ്ഞൊക്കെയാണ് സ്കൂളുകളിലേക്ക് പോവുക. പക്ഷെ ഇപ്പോൾ പൊതുവെ കുഞ്ഞുങ്ങൾക്ക് കരച്ചിലൊന്നുമില്ല. മിടുമിടുക്കരായിട്ടാണ് എല്ലാവരും സ്കൂളിലേക്ക് വരുന്നത് കാണുകയും ചെയ്യാൻ. ഇപ്പോൾ നിൽക്കുന്നത് പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുന്നിലാണ്. ഇവിടെയാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നത്. UDF സർക്കാരിന്റെ 10 വർഷത്തിന് ഇടവേളയ്ക്ക് ശേഷം ആദ്യ ഒരു ഉത്സവമായിട്ടാണ് ഈ പ്രവേശനോത്സവത്തെ കാണുകയും ചെയ്യുന്നത്. മുഖ്യമന്ത്രി VD സതീശനാണ് ഉദ്ഘാടനം നിർവഹിക്കുക. അതുപോലെ തന്നെ ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരായിട്ടുള്ള CP ജോൺ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ അടക്കമുള്ളവരാണ് ഇപ്പോൾ ഈ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യ അധ്യക്ഷത വഹിക്കുകയൊക്കെ ചെയ്യുക. അതിൽ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ. നമ്മൾ ഈ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ മോഡൽ സ്കൂൾ അത് എല്ലാ തരത്തിലും കുരുന്നുകളെ വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. 3 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് 1ാം ക്ലാസ്സിലേക്ക് സംസ്ഥാനത്തുടനീളമായി പ്രവേശിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മൊത്തത്തിൽ 1 മുതൽ 12ാം ക്ലാസ് വരെ നോക്കുകയാണെങ്കിലും 42 ലക്ഷത്തിനോടടുത്ത് വിദ്യാർത്ഥികൾ ഇത്തവണ സ്കൂളുകളിലേക്ക് വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ 2-3 ദിവസം മുന്നേ ഈ മോഡൽ സ്കൂളടക്കം സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. അത് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. 9 മണിയോടുകൂടി തന്നെ വിദ്യാർത്ഥികൾ ഇവിടേക്ക് എത്തിച്ചേരും. നമുക്ക് കാണാം ഈ ദൃശ്യങ്ങളിൽ ചെറിയ കുഞ്ഞു കസേരകളൊക്കെ ഒരുക്കിക്കൊണ്ടാണ് കുഞ്ഞു മക്കളെ ഈ 1ാം ക്ലാസ്സിലേക്കും അതുപോലെ തന്നെ പ്രീ പ്രൈമറിയിലേക്കും ഒക്കെ എത്തുന്ന കുട്ടികളെ സ്വീകരിക്കാനും ഇനി അവർക്ക് ഏതെങ്കിലും തരത്തിലൊരു സങ്കടം ഉണ്ടെങ്കിൽ, ഈ കളിക്കളത്തു നിന്നൊക്കെ വലിച്ചു കൂട്ടി കൊണ്ടുപോകുന്ന ഒരു സങ്കടം ഉണ്ടെങ്കിൽ അവരെ അതിൽ നിന്നൊന്ന് അവരുടെ ശ്രദ്ധ മാറ്റാനായാണ് ഇത്തരത്തിൽ കുഞ്ഞു കസേരകളൊക്കെ ഒരുക്കിക്കൊണ്ട് മോഡൽ സ്കൂൾ തയ്യാറായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആർത്തവാവധി അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു അധ്യയന വർഷ ആരംഭമാണ്. അതുപോലെ തന്നെ ഈ സൈബർ സുരക്ഷാ പ്രതിജ്ഞ ചൊല്ലുന്നുണ്ട് ഇത്തവണ. അതുപോലെ തന്നെ റഫീഖ് അഹമ്മദ് രചിച്ച വരികളാണ് ഇത്തവണ പ്രവേശനോത്സവ ഗാനമായി ഉണ്ടാവുക. അങ്ങനെ അതിന്റെ ദൃശ്യാവിഷ്കാരമുണ്ട്. VD സതീശൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം ഉണ്ടാകും. അതുപോലെ തന്നെ സൈബർ പ്രതിജ്ഞ ചൊല്ലും. അതിനുശേഷമായിരിക്കും ഉദ്ഘാടന പരിപാടികളടക്കം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇവിടെ എല്ലാ തരത്തിലും സെറ്റാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ കുട്ടികളെ ദീർഘമായ പ്രസംഗമൊക്കെ ചൊല്ലി അല്ലെങ്കിൽ പ്രസംഗമൊക്കെ പറഞ്ഞ് മുഷിപ്പിക്കരുത് എന്നുള്ള കാര്യം കൂടി വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇത്തവണ ഘോഷയാത്രകളില്ല. മഴ മാറി നിൽക്കുകയാണ്. അങ്ങനെ എല്ലാ തരത്തിലും അന്തരീക്ഷം, ഒരു പ്രവേശനോത്സവത്തിന്റെ ആ ഒരു അന്തരീക്ഷം അത് എല്ലാ തരത്തിലും സെറ്റാണ്. ഇനി വിദ്യാർത്ഥികൾ 8:30-9 മണിയാവുമ്പോഴേക്കും വിദ്യാർത്ഥികൾ എത്തിത്തുടങ്ങും. അവരെ കാത്തിരിക്കുകയാണ്. സ്കൂൾ എല്ലാ തരത്തിലും ഈ തൊപ്പികളൊക്കെ അണിയിച്ചുകൊണ്ട് അങ്ങനെ തന്നെയായിരിക്കും ഒരു രാജകീയ എൻട്രി തന്നെയായിരിക്കും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക എന്നുള്ളതിൽ സംശയമില്ല. 42 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ സംസ്ഥാനത്തുടനീളം, അത് 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലേക്ക് എത്തുന്ന ഒരു കുഞ്ഞുണ്ട്. എത്രാം ക്ലാസ്സിലാ? 5. ഇഷ്ടായോ വേനലാവധിയൊക്കെ? ആണ്. ഒരു മടി വന്നോ? ചെറുതായി. ഉറങ്ങി എഴുന്നേക്കാൻ മടി വന്നോ? ചെറുതായിട്ട്. എന്നാലും നമ്മൾ പഠിക്കുകയല്ലേ മിടുക്കരായിട്ട്? A+ വാങ്ങും? പിന്നല്ല. അല്ല, ഇനി കളിക്കാനൊന്നും പറ്റില്ല. അതാണ് അടുത്ത ലീവ് വരുമല്ലോ, അപ്പൊ കളിക്കാല്ലോ. ആണ്. ഇനി 1 വർഷം നമ്മൾ പഠിച്ച് തിമിർക്കും. പിന്നല്ല. ഇവിടുന്ന് വരുന്നേ? ചെമ്പഴന്തി. മോന്റെ പേര്? അമൻ ഷാസ്. ഹാഷ്മി, ഒരു കുഞ്ഞ് നേരത്തെ രാവിലെ തന്നെ സ്കൂളിലേക്ക് എത്തിയ ഒരു കുഞ്ഞാണ് അമൻ ഷാസ്. അമ്മ പറയുന്നത് വേനലാവധിക്ക് കളിച്ചു, ഇനി അടുത്ത വർഷം കളിക്കാം, ഇനി നമ്മൾ പഠിച്ച് തിമിർക്കുമെന്ന് തന്നെയാണ്. വെക്കേഷൻ കഴിയുന്ന ഓർമ്മകൾ, മറക്കാൻ ആഗ്രഹിക്കുന്ന ഓർമ്മകളെ മേഘന കുത്തി മുറിവേൽപ്പിച്ചു. ഇനി കളിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ അവനത് വീണില്ല, ഒരു കുഴപ്പമില്ല, സെറ്റാന്നാ പറഞ്ഞത്. തീർച്ചയായിട്ടും ഹാഷ്മി, എല്ലാ സെറ്റാണ്. അവർക്ക് ഞങ്ങൾക്കൊക്കെ പഠിക്കാൻ വരുന്ന സമയത്താണ് വലിയ വിഷമവും കരച്ചിലും ബഹളവും ഒക്കെ ഉണ്ടാവാറ്. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെയല്ല. അവർക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്. അവർ ഈ 2 മാസക്കാലം കളിച്ചു, ഇനി വിദ്യാലയത്തിലേക്ക് വീണ്ടും വരാൻ ആ ഒരു ഉഷാറ് തന്നെയാണുള്ളത്. ഈ ഒരു കുഞ്ഞ് മാത്രമാണ് ഇപ്പോൾ ഇവിടെ സ്കൂളിലേക്ക് എത്തിയിട്ടുള്ളത്. 8:30 ആകുമ്പോഴേക്കും ബാക്കി വിദ്യാർത്ഥികൾ കൂടി എത്തും. ഇവിടെ 500-ലധികം ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. ബാക്കി കുഞ്ഞുങ്ങളെ മന്ത്രിമാരും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും നേരിട്ട് ക്ലാസ് റൂമുകളിൽ എത്തിക്കാണുമെന്നുള്ളതാണ് പറയുകയും ചെയ്യുന്നത്.
പറയുന്നത്. എന്തായാലും ഇവിടെ എല്ലാ തരത്തിലും ഇതാ ക്ലാസ് റൂമുകളും ഒക്കെ കൃത്യമായും സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലുമുള്ള ഒരുക്കങ്ങൾ. ഇത് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് 1ഉം 2ഉം ക്ലാസ്സുകളാണ്. അവിടേക്ക് കൂടി കുഞ്ഞുങ്ങൾക്ക് ഇനി ഏതെങ്കിലും തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സങ്കടമുണ്ടെങ്കിൽ ആ സങ്കടമൊക്കെ മാറ്റാനായി ബലൂണുകളൊക്കെ സജ്ജീകരിച്ചുകൊണ്ട് അലങ്കാര പണികളൊക്കെ ആക്കിക്കൊണ്ട് ഇത് 2-3 ദിവസത്തെ ടീച്ചർമാരുടെ കഷ്ടപ്പാടാണ് ഈ അലങ്കാര പണികളൊക്കെ. അങ്ങനെ അലങ്കാര പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഘോഷയാത്രകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അതുപോലെ തന്നെ ജനപ്രതിനിധികളും മന്ത്രിമാരും അതുപോലെ തന്നെ MLA-മാരും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടിയാണ്. പക്ഷേ നീണ്ട പ്രസംഗങ്ങൾ വേണ്ട എന്നുള്ള കാര്യം നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലേക്ക് കുട്ടികൾക്ക് ആദ്യ ദിവസം തന്നെ സ്കൂളിൽ വന്ന ഈ പ്രസംഗം ഒന്നും കേട്ട് മടുപ്പാവാതിരിക്കാനായി അങ്ങനെ ഒരു കാര്യം വേണ്ട എന്നുള്ള കാര്യം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിർദ്ദേശം സ്കൂളുകളിലേക്ക് വലിയ പ്രതീക്ഷയോടെ വരുന്ന കുഞ്ഞുങ്ങളോട് കത്തിവെച്ചവരും മടുപ്പിക്കരുത് എന്നാണ് കൃത്യമായ നിർദ്ദേശം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.